ഹലോ, വെൽക്കം ബാക്ക് ടു ഓട്ടോമോട്ടീവ്. ഇന്ന് നമുക്ക് റിവേഴ്സ് ക്യാമറ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ റിവേഴ്സ് ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡിസ്പ്ലേ സ്ക്രീൻ വേണം. അപ്പോൾ ഈ കാറിൽ ഓൾറെഡി ഒരു ആൻഡ്രോയിഡ് പ്ലെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് പ്ലെയറിലേക്കാണ് ഞാൻ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ടെയിൽ ലാമ്പ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാനായിട്ട് 3 സ്ക്രൂസ് ഉണ്ട്. 3 സ്ക്രൂസ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പുറത്തേക്ക് തള്ളുക. അവിടെ 2 ടാപ്സ് ഉണ്ട്, ബ്രേക്ക് ആവാതെ പുറത്തേക്ക് തള്ളുക. അപ്പോൾ നമ്മൾ ടെയിൽ ലാമ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയറിങ് നോക്കുകയാണെങ്കിൽ അതിലൊരു റബ്ബർ ഗോർമെറ്റ് ഉണ്ട്. റബ്ബർ ഗോർമെറ്റ് പുറത്തേക്ക് വലിക്കുമ്പോൾ നമുക്കതിൻ്റെ വയറിങ് ഹാർനസ് ലഭിക്കും. അപ്പോൾ വയറിങ് ഹാർനസിൻ്റെ സൈഡിലൊന്ന് പ്രസ് ചെയ്താൽ ആ ഒരു ടാബ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലേക്ക് വലിക്കുമ്പോൾ അത് റിമൂവ് ആവും. അങ്ങനെ ടെയിൽ ലാമ്പ് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബമ്പർ റിമൂവ് ചെയ്യണം. ബമ്പർ റിമൂവ് ചെയ്താലേ നമുക്ക് ക്യാമറ കറക്റ്റായിട്ട് അകത്തേക്ക് വയർ ചെയ്യാനോ റൂട്ട് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ബമ്പർ റിമൂവ് ചെയ്യാനായിട്ട് സ്ക്രൂസ് മുകളിലും ഉണ്ട് സ്ക്രൂസ്, പിന്നെ സൈഡിലുണ്ടാവും, പിന്നെ ബോട്ടം അതിൻ്റെ ബമ്പറിൻ്റെ താഴെ ഉണ്ടാവും സ്ക്രൂ. അതെല്ലാം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ക്ലിപ്സിലാണ് ബമ്പർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് പുറത്തേക്ക് വലിച്ചാൽ ബമ്പർ പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത് ലൈസൻസ് പ്ലേറ്റ് ഹോൾഡറിലാണ്. ഈസി ഡ്രില്ല് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയതാണ് അത് ഫിറ്റ്. എനിക്ക് ബമ്പറിലോ എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം ക്യാമറ, നിങ്ങളുടെ സൗകര്യപ്രകാരം. പിന്നീട് ഈ ക്യാമറയുടെ വയറിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പവർ കണക്ഷനും ഉണ്ട്, ഒരു ഡിസ്പ്ലേ കണക്ഷനും ഉണ്ട്. അപ്പോൾ പവർ കണക്ഷൻ, ഡിസ്പ്ലേ കണക്ഷൻ ഈ വയറിൽ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ 2 വയറിൻ്റെയും, അതായത് ക്യാമറയുടെ എൻഡിലും ഹെഡ് യൂണിറ്റിലേക്ക് പോകുന്ന എൻഡിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ട്രിഗർ വയേഴ്സ് ഉണ്ട്. അപ്പോൾ ട്രിഗർ വയേഴ്സ് അല്ലെങ്കിൽ ഈ സിഗ്നൽ വയറിൻ്റെ യൂസ് എന്താണെന്ന് എഴുതിയാൽ ക്യാമറയിൽ പവർ ലഭിക്കുമ്പോൾ ഹെഡ് യൂണിറ്റിൽ ഒരു സിഗ്നൽ പോകും ക്യാമറ ഓൺ ആണെന്നുള്ളത്. അങ്ങനെ ഡിസ്പ്ലേ സ്ക്രീനിൽ നമ്മുടെ ക്യാമറയുടെ ഇമേജ് ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ റിവേഴ്സ് ലൈറ്റിൻ്റെ പോസിറ്റീവ് കണക്ഷനിലേക്കാണ് ക്യാമറയുടെ സൈഡിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരു വയറിങ് കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ പോസിറ്റീവ് വയറിൽ നിന്ന് ഞാൻ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ പവർ വയറിലേക്ക് നമ്മുടെ ഈ ട്രിഗർ വയർ അല്ലെങ്കിൽ ഈ സിഗ്നൽ വയർ ചേർത്ത് ഞാൻ ഒരു വയർ കണക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ക്യാമറയുടെ പവർ വയറും ഹെഡ് യൂണിറ്റിലേക്ക് പോകുന്ന ഡിസ്പ്ലേ വയർ അല്ലെങ്കിൽ വീഡിയോ സിഗ്നൽ വയറും നമുക്ക് അകത്തേക്ക് ബമ്പറിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് റൂട്ട് ചെയ്യാം. അപ്പോൾ ടെയിൽ ലൈറ്റിൻ്റെ ഈ വയറിങ്ങിൻ്റെ ഹോളിലൂടെ തന്നെ ഞാൻ അകത്തേക്ക് ഈ ഡിസ്പ്ലേ കണക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുട്ബോളിൻ്റെ സൈഡിലെ പാനലിനുള്ളിൽ കൂടെ നമ്മുടെ ഹെഡ് യൂണിറ്റ് വരെ എത്തിക്കണം. അപ്പോൾ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും കവർ ചെയ്ത് നമ്മുടെ ഡാഷിൻ്റെ ബാക്കിൽ കൂടെ, അതായത് ഗ്ലൗ ബോക്സിൻ്റെ ബാക്കിലൂടെ നമ്മുടെ ഹെഡ് യൂണിറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡിസ്പ്ലേ അതിൻ്റെ ബാക്കിൽ എത്തിക്കണം. അപ്പോൾ നമ്മുടെ ഹെഡ് യൂണിറ്റിൻ്റെ ബാക്കിലേക്ക് ഡിസ്പ്ലേ വയർ റൂട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രിഗർ വയർ ഈ പിങ്ക് വയറിൽ കണക്റ്റ് ആവും. അതാണ് ഹെഡ് യൂണിറ്റിൻ്റെ റിവേഴ്സ് ട്രിഗർ വയർ, സിഗ്നൽ വയർ. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ നിന്ന് വന്നിട്ടുള്ള ആ സിഗ്നൽ വയർ നമ്മളതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സിഗ്നൽ വയർ ഹെഡ് യൂണിറ്റിൻ്റെ റിവേഴ്സ് ക്യാമറ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ RCA കണക്ടറിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ബാലൻസ് വന്നിട്ടുള്ള നമ്മുടെ ഈ RCA കേബിൾ വീഡിയോ സിഗ്നൽ വയർ നമുക്കൊന്ന് ടൈ ചെയ്ത് വെക്കാം. അപ്പോൾ വയർ നമ്മൾ ഒരു സിപ്റ്റായിട്ടിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ സെക്യൂറായിട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ ഹെഡ് യൂണിറ്റ് റീഫിറ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഈ ക്യാമറയിലേക്ക് പവർ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിവേഴ്സ് ലൈറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ വയർ കണക്ടർ വെച്ചിട്ട് ക്യാമറയുടെ പവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ വയറിംഗ് പാർട്ടെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ബമ്പറും പാനലും ഒക്കെ റീഫിറ്റ് ചെയ്യുന്നതിന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ റീഫിറ്റ് ചെയ്യാം. ടെയിൽ ലാമ്പ്, സൈഡിലെ നമ്മുടെ പാനൽ അഴിച്ചിരിക്കുന്ന പാനൽസ് എല്ലാം നമുക്ക് റീഫിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ റിവേഴ്സ് ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.